അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട്, അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ടുമാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു ബ്രൗസർ ഓണാക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന പിറമി എന്ന ബ്രൗസറാണ്. അപ്പോൾ അത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ആവശ്യമുള്ള ലിങ്ക് ഏതാണോ അത് ഉപയോഗിക്കാം. ഞാൻ എപ്പോഴും നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ അത് നോക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഫസ്റ്റ് കാണുന്നത് നമുക്ക് എടുക്കാം. ഓക്കെ അപ്പം ഇതാണ് HSC. HSC 2025 പബ്ലിഷ്ഡ് ആയിട്ട് കാണാം. നമുക്ക് വേണ്ടി HSC ആണ്. അപ്പോൾ ഇവിടെ കിടക്കുന്ന രജിസ്റ്റർ നമ്പറും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് രജിസ്റ്റർ നമ്പർ വേണം, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും അത് നമുക്കിവിടെ സബ്മിറ്റ് ചെയ്താൽ കിട്ടാൻ. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വേണ്ടിയത് സ്കൂൾ വൈസ് റിസൾട്ടാണ്. അതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടിയത് അപ്പോൾ നമുക്ക് ഏത് സ്കൂളാണെന്നുള്ളത് വേണം. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ല അടിച്ചാൽ മതി. അപ്പം ഞാൻ കൊല്ലമാണ്. കൊല്ലം അപ്പോൾ ഇത് BHSC ആദ്യം കാണുന്നതാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്കൂൾ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തെടുക്കാം. കോപ്പി എന്ന ഓപ്ഷനിലേക്ക് പോകാം. അപ്പം ഇതേപോലെ തന്നെ ഈ ലിങ്കിലേക്ക് വരാം. ലിങ്കിൽ പക്ഷേ വന്നിട്ടില്ല, കാരണം വേറൊന്നും കൊണ്ടല്ല. റിസൾട്ട് പബ്ലിഷായിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഒരാഴ്ചയെങ്കിലും എടുക്കും അവരുടെ സ്കൂൾ വൈസ് റിസൾട്ട് കിട്ടാൻ വേണ്ടി. കാരണം എല്ലാ സ്കൂളിലും ലക്ഷക്കണക്കിനുള്ള വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവരുടെ മാർക്കെല്ലാം കോർഡിനേറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് സമയമെടുക്കും. അതുകൊണ്ടാണ് ഒരാഴ്ചക്കകം കിട്ടും എന്നാണ് തോന്നുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.